എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആണെങ്കിൽ ഇലക്ഷന് മത്സരിക്കുന്നു എന്നൊരു വാർത്തയാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇന്നലെ ആയിരുന്നു ആ ഒരു വാർത്ത ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഇലക്ഷന് മത്സരിക്കുന്നു, BJPക്ക് വേണ്ടിയിട്ട്, BJPയിലാണ് മത്സരിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞതിന് ശേഷം ഒരുപാട് ജനങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് അദ്ദേഹം വളരെ വിശദമായിട്ട് എന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കേട്ടിട്ട് വരാം. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറുമായിട്ടുള്ള ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ഒരു ദിവസം മുന്നേ. ക്യാപ്ഷൻ വന്നിട്ട് സാറിന്റെ പേര് എഴുതിയിട്ട് ഒരു ഹാർട്ട് മാത്രമാണ് ഇട്ടിരുന്നത്. ഓക്കെ, സോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്റെ കമന്റ് സെക്ഷനും എന്റെ ഡയറക്ട് മെസ്സേജും കംപ്ലീറ്റ് ആയിട്ട് ഹേറ്റ്, കംപ്ലീറ്റ് നെഗറ്റിവിറ്റി. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറിവിളി, പച്ചത്തെറി. ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു. നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ പേടിച്ചു. ഞാൻ കൊച്ചു കുട്ടിയാണല്ലോ പേടിക്കാൻ വേണ്ടി. ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം, എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങൾ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനോ ഞാൻ വരുന്നില്ല. എന്റെ ഇഷ്ടങ്ങൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്. എന്റെ കാഴ്ചപ്പാടുകളും എന്റെ നിലപാടും അതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആരെ ഇഷ്ടപ്പെടണം, ആരെ സപ്പോർട്ട് ചെയ്യണം, ഇതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അല്ലെ. ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു റോബിൻ സംഖ്യയാണ്, ചാണകമാണ്, ചാണകത്തി ചവിട്ടി, ഇതിനൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അതെന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ലേ ഞാൻ ആരെ ഇഷ്ടപ്പെടണമെന്ന്. ഈ സെക്കൻഡിൽ ഞാൻ പറയും എനിക്ക് BJP എന്ന് പറഞ്ഞൊരു പാർട്ടിയിൽ അംഗത്വം പോലും ഇല്ല. പക്ഷെ ഞാൻ ഇപ്പോൾ പറയുന്നു എനിക്ക് BJP എന്ന് പറഞ്ഞൊരു പാർട്ടിനെ ഇഷ്ടമാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിന് ഇഷ്ടമാണ്. കാരണം പുള്ളിക്കാരൻ വൺ ഓഫ് ദി പവർഫുൾ പേഴ്സൺ ഇൻ ദി വേൾഡ് ആണ്. ഒരു പവർഫുൾ ഹ്യൂമൻ ബീങ് ആണ്. എനിക്ക് പുള്ളിക്കാരൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് പുള്ളിക്കാരൻ. അതാണ് എനിക്ക് BJP പാർട്ടിയും ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഞാൻ ചോദിക്കാം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടെ ഞാൻ പറയും ഞാനൊരു സംഖ്യയാണ്. എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല അല്ലേ. നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാർ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ? നിങ്ങൾ ഈ പറഞ്ഞ കഴിമതിയും കറപ്ഷനും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ പ്രവർത്തകരും ലീഡേഴ്സും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ശരിയാണോ? ആരും പെർഫെക്റ്റ് അല്ല ബ്രോ. ഇപ്പം BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പുച്ഛമാണ്. എന്താണ് പുച്ഛം? ഇത്രയും പുച്ഛിക്കാൻ എന്താണ് ഇരിക്കുന്നത്? എന്താ പുച്ഛിക്കാനിരിക്കുന്നത്? ഒരിക്കലും പുച്ഛിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഒരു പാർട്ടിനെ ഒരാളിനെ അടിച്ചമർത്തിക്കൊണ്ട് ഉയർന്നോന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. നമ്മൾ അത്രയും പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ കോമ്പറ്റീറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ആക്ച്വലി എന്താ സംഭവം പേടിയാണ്. കാരണം ഇനി BJP ആണോ ഇനി കേരളം ഇനി ഭരിച്ചാലോ? അങ്ങനെ ഒരു ദിവസം വരും, അധികം താമസിക്കാതെ വരും. അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്ത് വെക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഒരുപാട് പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഭീഷണിപ്പെടുത്തി. എന്തിനാണ് ഇതിന്റെ ആവശ്യം? ഞാൻ പേടിച്ചു. നിങ്ങൾക്ക് എന്നെ അറിഞ്ഞോണ്ടാ ഈ ഒരു പഴയ കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ പിച്ചിട്ട് നന്നായിട്ട് ജീവിക്കുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിന്റെ ഇഷ്ടത്തിന് അടിച്ചമർത്താനോ അല്ലെങ്കിൽ എന്നെ ചോദ്യം ചെയ്യാനോ നിങ്ങൾ വരേണ്ട കാര്യമില്ല. ഒരു ഒറ്റ ഫോട്ടോ ഇട്ടാണോ നിങ്ങൾ ഇത്രയും ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ ഇത്രയും ആൾക്കാരെ എനിക്ക് 10,600 കമന്റ്സ് എനിക്ക് ആവശ്യമില്ല. റീസെന്റ് ഇത്രയും കമന്റ്സ് ഒന്നും എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വന്നിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് BJP പാർട്ടിനെ ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ സംഖ്യയാണ്. എന്തെങ്കിലും പ്രശ്നം? അഭിമാനത്തോടെ ഞാൻ പറയുന്നു ഞാൻ സംഖ്യയാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ്. എനിക്ക് അമിത്ഷാ സാറിനെ ഇഷ്ടമാണ്. എനിക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറിനെ ഇഷ്ടമാണ്. K സുരേന്ദ്രൻ സാറിനെയും ഇഷ്ടമാണ്. എന്ത് പ്രശ്നം? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ ഇതെനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ ഇങ്ങനെ സാധാരണ ഒരു വീഡിയോ ഒന്നും ചെയ്യുന്നതല്ല. എനിക്ക് ഇത്രയും എന്നെ ഇട്ട് അങ്ങ് ഭീഷണിപ്പെടുത്തി എന്നെ അങ്ങ് ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ BJP എന്ന പാർട്ടിയിൽ മത്സരിക്കുന്നത് കൊണ്ട് കുറച്ചധികം ആളുകൾ അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിലൊക്കെ തെറി വിളിച്ചിട്ടും അതുപോലെ തന്നെ കുറച്ച് ആളുകൾ സപ്പോർട്ട് ചെയ്തും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടർ റോബിൻ ബിഗ് ബോസിൽ നിന്നും വിൻ ചെയ്തല്ല ഇറങ്ങിയത് എങ്കിൽ പോലും ഡോക്ടർ റോബിന് ആ ഒരു, എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ബിഗ് ബോസിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ മലയാളത്തിലെ റോബിൻ ഉണ്ടാക്കിയതുപോലെ ഉള്ള ഒരു തരംഗം മറ്റാരും ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ. അത്രയ്ക്ക് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരാളായിരുന്നു റോബിൻ. എന്നാൽ ഇവിടെ പുള്ളിക്കാരൻ BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ തള്ളിപ്പറയുകയും അദ്ദേഹത്തെ തെറി വിളിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മാനസികാവസ്ഥയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അതായത് എനിക്കിവിടെ ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഇന്ത്യയാണ്. ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും കോൺഗ്രസിലായാലും ലീഗിലായാലും മറ്റ് ഏത് പാർട്ടിയിലായാലും മത്സരിക്കുന്നത് പോലെയല്ലേ BJPയിൽ നിന്ന് മത്സരിക്കുന്നത്? അതിനുള്ള അവകാശം അയാൾക്കില്ലേ? ഇത് ഇന്ത്യയല്ലേ? ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണ്. ഈ ഒരു രാജ്യത്ത് ഓരോ വ്യക്തിക്കും അവരവരുടേതായ താല്പര്യങ്ങളുണ്ട്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ BJP എന്ന പാർട്ടിയിൽ നിന്ന് മത്സരിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം കുറച്ചധികം ആളുകൾ അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ വളഞ്ഞിട്ട് ആക്രമിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല അദ്ദേഹത്തെ പേഴ്സണലായിട്ടാണെങ്കിൽ പോലും പലരും അദ്ദേഹത്തെ തള്ളിപ്പറയുകയും തെറി വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഇന്ത്യയാണ്. ഇവിടെ നമുക്ക് എന്ത് കഴിക്കാം, ഏത് വസ്ത്രം ധരിക്കാം, അതുപോലെ തന്നെ നമ്മൾക്ക് ഏത് പാർട്ടിയിലേക്ക് തുടരാം എന്നൊക്കെ ചിന്തിക്കാനുള്ള, അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഓരോ വ്യക്തികൾക്കും ഉള്ളതാണ്. ഇപ്പോൾ ഡോക്ടർ റോബിന് BJPയിൽ തുടരാനാണ് താല്പര്യമെങ്കിൽ അതിന് അയാളെ തെറി വിളിക്കേണ്ട ഒരു കാര്യവുമില്ല. അത് അയാളുടെ ഇഷ്ടമാണ്. അതിന് മറ്റുള്ളവർക്ക് അയാളെ തെറി വിളിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. അയാളാണ് അയാളുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അയാൾ ഏത് പാർട്ടിയിലാണ് തുടരേണ്ടത്, അയാൾ എന്താണ് കഴിക്കേണ്ടത്, അയാൾ എവിടെയാണ് പോകേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് അയാളാണ്, അല്ലാതെ മറ്റുള്ള ജനങ്ങളല്ല. അദ്ദേഹം ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷവും അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ടായി. ശരിക്കും ആ ഒരു സീസണിൽ എന്ന് പറഞ്ഞാൽ റോബിൻ തരംഗം തന്നെയായിരുന്നു.
അല്ലേ? അപ്പോൾ അത്തരത്തിൽ ജനഹൃദയങ്ങൾ കീഴടക്കിയ ഒരു വ്യക്തി ഇന്ന് BJP എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് മത്സരിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ജനങ്ങൾക്ക് കുരുപൊട്ടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾ കോൺഗ്രസിലോ കമ്മ്യൂണിസ്റ്റിലോ നിന്ന് കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നവും ഇല്ല. അതേസമയം അയാൾ BJPയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചധികം ആളുകൾ വെറുതെ ഭയങ്കരമായിട്ട് വയലന്റ് ആവുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. അതുപോലെ തന്നെ അയാൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അയാൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഭയങ്കര ഇഷ്ടമാണ്, അദ്ദേഹത്തിന് ഭയങ്കര ഭക്തിയാണ് അദ്ദേഹത്തോട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിന്റെ താഴെയിലും വരുന്നുണ്ട് കുറച്ച് ആളുകൾ ആ ഒരു വിഷയം പറഞ്ഞിട്ട് കമന്റ് ഇട്ട് തെറി വിളിക്കാനായിട്ട്. എടോ, നരേന്ദ്രമോദി എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി അല്ല, പാകിസ്ഥാനിലെ രാജാവല്ല, ഈ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാണ്, നമ്മുടെ ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്ററാണ് അദ്ദേഹം. അപ്പോൾ ആ ഒരു വ്യക്തിയെ അദ്ദേഹത്തിന് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ നിങ്ങളതിന് തെറി വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രധാനമന്ത്രിയെ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട, നിങ്ങൾക്ക് പ്രധാനമന്ത്രിയോട് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ പുകഴ്ത്തി പറയണ്ട, നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് നല്ലതൊന്നും പറയണ്ട. നിങ്ങൾക്ക് പ്രധാനമന്ത്രിയെ തെറി വിളിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ തെറി വിളിക്കൂ എന്ന് കരുതിയിട്ട് മറ്റൊരാളുടെ ഇഷ്ടത്തെ ചോദ്യം ചെയ്യാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാലും ഞാൻ ഏത് പാർട്ടിയിൽ വിശ്വസിക്കണം, ഞാൻ ഏത് മതത്തിൽ വിശ്വസിക്കണം, ഞാൻ എന്ത് കഴിക്കണം, എന്ത് പറയണം, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയാണ്, അല്ലാതെ മറ്റുള്ളവരല്ല അതൊന്നും തീരുമാനിക്കേണ്ടത്. പിന്നെ മറ്റുള്ളവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണ്ട, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത് വളരെ മോശമായി പോയി എന്നേ പറയാനായിട്ടുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാൾ അവർക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ തുടരുന്നു എന്ന് കരുതിയിട്ട് അവരോട് ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നീട് ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ജാതി മതമൊന്നും നോക്കാതെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് മമ്മൂക്ക, അതുപോലെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ലാലേട്ടൻ. ഇവരുടെയൊക്കെ പാർട്ടി ഏതാണ് എന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. എന്ന് കരുതി കമ്മ്യൂണിസ്റ്റുകാരനായ മമ്മൂക്കയെ കോൺഗ്രസ്സുകാരോ BJPക്കാരോ സ്നേഹിക്കാതിരിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ലാലേട്ടൻ്റെ കാര്യവും, ലാലേട്ടൻ BJPയുടെ അനുഭാവിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ എന്ന് കരുതി ആ ഒരു വ്യക്തിയെ മറ്റു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളുകളോ അതുപോലെ തന്നെ കോൺഗ്രസ്സിലുള്ള ആളുകളോ അദ്ദേഹത്തെ സ്നേഹിക്കാതെയും ബഹുമാനിക്കാതെയും ഇരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ മാത്രമാണ്. അതിൽ മറ്റുള്ള ജനങ്ങൾക്ക് തലയിടേണ്ടയും ചോദ്യം ചെയ്യേണ്ടയും യാതൊരു ആവശ്യവും ഇല്ല. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചിട്ട് അദ്ദേഹം നല്ലത് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നം? താല്പര്യം ഇല്ലാത്തവർ കേൾക്കാൻ നിൽക്കണ്ട, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏത് പാർട്ടിയിൽ നിൽക്കണം, ഏത് പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള എല്ലാ അവകാശവും നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു കഴിയുമ്പോൾ കുറേ പേര് വന്നിട്ട് ചോദിക്കും, നീയും സംഘി, നീയും ചാണകം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ വരും. പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ സംഖ്യയാണെന്ന് പറയുകയാണെങ്കിൽ അതെന്റെ ഇഷ്ടം, എനിക്കെന്താ സംഖ്യ ആയിക്കൂടെ? അതെന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ ഈ ചാനലിൽ കൂടെ ഒരു വർഗീയതയും പടച്ചിറക്കാറില്ല. എനിക്ക് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ അങ്ങനെ യാതൊരുവിധ ഭേദവും ഇല്ല. ഞാൻ ഒരിക്കൽ പോലും എൻ്റെ ചാനലിൽ കൂടി വർഗീയതയോ രാഷ്ട്രീയമോ കുത്തിത്തിരിപ്പോ പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ അത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കെല്ലാം നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് ഇപ്പോൾ ഒരാൾ തീവ്രവാദിയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ മോശമായിട്ട് ചിത്രീകരിക്കുമ്പോൾ അങ്ങനെ ചിത്രീകരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് പറയാനായിട്ട് തോന്നുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അത് അവരവരുടെ മാത്രം തീരുമാനങ്ങളാണ്. അതിൽ മറ്റാരും കൈകടത്തേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് എന്നെ ചാണകമെന്നോ ഒന്നും പറയാനായിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട. വന്നാലും എനിക്കൊരു പ്രശ്നമില്ല, അതൊക്കെ എൻ്റെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എൻ്റെ ചാനലിൽ ഞാൻ എന്തൊക്കെ സംസാരിക്കുന്നു, ഓരോ വ്യക്തികളോടും എങ്ങനെയാണ് പെരുമാറുന്നത്, എൻ്റെ ചാനലിൽ ഞാൻ വർഗീയത പറയുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും